കഴിഞ്ഞ ക്ലാസ്സുകളിൽ ട്രാൻസ്ഫോമറുകളെ കുറിച്ചുള്ള ഘടനയും ചില ഗണിത സമവാക്യവും നാം പരിചയപ്പെട്ടു കഴിഞ്ഞല്ലോ. ഇത്തരം ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചുള്ള ഒരു പട്ടികയാണ് ഇവിടെ തന്നിരിക്കുന്നത്. പട്ടിക നിരീക്ഷിക്കുക. 2 ട്രാൻസ്ഫോമറുകളാണ് T1 ആൻഡ് T2. ഈ 2 ട്രാൻസ്ഫോമറുകളെ സംബന്ധിച്ചിടത്തോളമുള്ള ചില ഡാറ്റകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രൈമറി ആൻഡ് സെക്കൻഡറി ഉണ്ടാവുമെന്നുള്ളത്. പ്രൈമറി ചുരുളുകളിലൂടെ വൈദ്യുതി കടന്നു പോവുകയാണെങ്കിൽ അവിടെ ഒരു നിശ്ചിത EMF ഉണ്ടാവും, അഥവാ വോൾട്ടേജ് ഉണ്ടാവും. ചുരുളുകളുടെ എണ്ണം ഉണ്ടാവും. അതിലൂടെ പ്രവഹിക്കുന്ന നിശ്ചിത കറണ്ട് ഉണ്ടാവും. കറണ്ടും വോൾട്ടേജും അറിയാമെങ്കിൽ അവിടെയുള്ള പവറും നമുക്ക് കണ്ടെത്താവുന്നതാണ്. അതുപോലെ തന്നെ സെക്കൻഡറി കോയിലുകളെ സംബന്ധിച്ചിടത്തോളം അവിടെയും കുറച്ച് ചുരുളുകളുണ്ട്, വോൾട്ടേജ് ഉണ്ടാവും, കറണ്ട് ഉണ്ടാവും. എങ്കിൽ അവിടെയുമുള്ള പവർ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, കണ്ടെത്താവുന്നതാണ്. ഇവിടെ ഏതൊരു ട്രാൻസ്ഫോമർ ആയാലും പ്രൈമറിയിലെ ചുരുളുകളുടെ എണ്ണത്തെ NP എന്ന് നമുക്ക് സൂചിപ്പിക്കാം. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി, NP. അതുപോലെ തന്നെ പ്രൈമറിയിലെ വോൾട്ടേജയെ VP എന്നും എഴുതാം, വോൾട്ടേജ് ഇൻ പ്രൈമറി. പ്രൈമറിയിലായാലും സെക്കൻഡറിയിലായാലും ആ കോയിലുകൾ ഉണ്ടാവുമെന്നറിയാം. എങ്കിൽ അതിലെ ഒരു കോയിലിനെ അഥവാ ഒരു ചുറ്റിൽ ഉണ്ടാകുന്ന വോൾട്ടേജയെ നമുക്ക് ചെറിയ അക്ഷരം E എന്ന അക്ഷരം കൊണ്ടും സൂചിപ്പിക്കാവുന്നതാണ്. ഇനി തന്നിരിക്കുന്ന വിലകളൊന്ന് പരിശോധിക്കുക. ഇവിടെ T1 എന്ന ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? പ്രൈമറി ആൻഡ് സെക്കൻഡറി കോയിലുകൾ നമുക്കറിയാം. ഇവിടെ പ്രൈമറിയിൽ തന്നിരിക്കുന്ന വോൾട്ടേജ് 500 വോൾട്ടാണ്. അവിടെയുള്ള ചുറ്റുകളുടെ എണ്ണം 100 ആണ്. അപ്പോൾ 100 ചുറ്റുകളിലൂടെ ഉണ്ടാകുന്ന ആകെ വോൾട്ടേജാണ് 500 വോൾട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രൈമറിയിൽ ഒരു ചുറ്റിലെ വോൾട്ടേജ് എങ്ങനെയാണ് കണക്കാക്കുന്നത്? അതെ, അവിടെയുള്ള ആകെ വോൾട്ടേജയെ ആകെ ചുരുളുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് 500 ഹരിക്കണം 100 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 5 വോൾട്ട് എന്നായിരിക്കും. അതായത് ഒരു ചുരുളിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് 5 എന്ന് അർത്ഥം. ഈ 5 എന്ന് പറയുന്ന വോൾട്ടേജ് ഒരു കോയിലിലാണ്. അപ്പോൾ 100 കോയിലിൽ ഉണ്ടാകുന്ന ആകെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എത്രയാ? ആകെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്രയാ? ഒരു കോയിലിലുള്ള EMF ആയ ഈ 5നെ ആകെ ചുരുളുകൾ എന്ന് പറയുന്ന ഈ 100 കൊണ്ട് ഗുണിച്ചാൽ പോരെ? അപ്പോൾ 100 ഗുണിക്കണം 5 എന്ന് പറഞ്ഞാൽ എത്രയാ? 500 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ പ്രൈമറിയിലെ ആകെ വോൾട്ടേജ് കിട്ടാൻ ചുരുളുകളുടെ എണ്ണത്തെ ഒരു ചുരുളിലൂടെയുള്ള വോൾട്ടേജുമായി ഗുണിച്ചാൽ മതി. പ്രൈമറിയിലെ വോൾട്ടേജയും ചുരുളുകളുടെ എണ്ണവും അറിയാമെങ്കിൽ ഒരു ചുറ്റിലെ വോൾട്ടേജ് കിട്ടാൻ എന്താണ് മാർഗം? പ്രൈമറിയിലെ വോൾട്ടേജയെ ചുരുളുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാലും മതി. അങ്ങനെയാണ് നമുക്ക് 5 എന്നുള്ള ആൻസർ ഇവിടെ കിട്ടിയത്. അതുപോലെ തന്നെ സെക്കൻഡറിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇനി പറയാവുന്നതല്ലേ ഉള്ളൂ. സെക്കൻഡറിയിലെ വോൾട്ടേജാണ് VS. അവിടെയുള്ള ചുരുളുകളുടെ എണ്ണമാണ് NS. VS 50 വോൾട്ടും NS 10 ആണെങ്കിൽ ഒരു ചുറ്റിലെ വോൾട്ടേജ് എങ്ങനെ കണക്കാക്കാം? നേരത്തെ ചെയ്തതുപോലെ തന്നെ 50/10 = 5 എന്ന് എഴുതി കൂടെ? ഇനി നമുക്ക് ചുരുളുകളുടെ എണ്ണം അറിയാം, അവിടെയുള്ള ഒരു കോയിലിലെ വോൾട്ടേജും അറിയാമെങ്കിൽ സെക്കൻഡറിയിലെ ആകെ വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കാം? ചുരുളുകളുടെ ആകെ എണ്ണത്തെ ഒരു ചുരുളിലൂടെയുള്ള വോൾട്ടേജുമായി ഗുണിച്ചാൽ പോരെ? 10 × 5 = 50 വോൾട്ട് എന്ന് കിട്ടും. ഇതുപോലെ തന്നെ T2 എന്ന് പറയുന്ന ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഡാറ്റകളൊന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ചില സമവാക്യങ്ങൾ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഗണിത പ്രശ്ന നിർദ്ധാരണത്തിനാണ് ഈ ഒരു വർക്ക്ഷീറ്റ് വിശകലനം ചെയ്യുന്നത്. ഇവിടെ പ്രൈമറിയിലെ വോൾട്ടേജ് VP ആണ് കാണേണ്ടതെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഗണിത സമവാക്യമാണ് NP × E. അതുപോലെ തന്നെ സെക്കൻഡറി ഭാഗത്ത് സെക്കൻഡറിയിലെ വോൾട്ടേജ് കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ഗണിത രൂപമാണ് VS = NS × E എന്ന് പറയുന്നത്. ഇനി പ്രൈമറിയിലെ ഒരു കോയിലിലെ EMF കാണാനുള്ള സമവാക്യമാണ്
VP/NP എന്ന് പറയുന്നത്. അതുപോലെ സെക്കൻഡറിയിലെ ഒരു ചുറ്റിലെ വോൾട്ടത കാണാനുള്ള സമവാക്യമാണ് E=VS/NS എന്ന് പറയുന്നത്. അതായത് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെ ഒറ്റ ചുറ്റിലെ വോൾട്ടത E=VP/NP എന്നും ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലെ ഒറ്റ ചുറ്റിലുള്ള വോൾട്ടത E=VS/NS എന്നും എഴുതാം. ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും ഓരോ ചുറ്റിലെയും EMF തുല്യമായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ വോൾട്ടതയും എണ്ണവും തമ്മിലുള്ള ഒരു ഗണിതവാക്യം നമുക്ക് പരിശോധിക്കാം. VS/NS VP/NP ആയിരിക്കും. എങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെ ആകെ വോൾട്ടത VP എന്താണ്? NP/E എന്ന് എഴുതിക്കൂടെ? അതുപോലെ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലെ ആകെ വോൾട്ടതയോ VS NS/E എന്നും എഴുതാം. Voltage in one turn of the primary of a transformer is equal to VP/NP. Voltage in one turn of the secondary of a transformer is equal to VS/NS. The EMF in each turn of the primary and the secondary coils of a transformer is same. Therefore, we can write VS/NS is equal to VP/NP. From this equation, total voltage in the primary of a transformer VP is equal to NP/E, and total voltage in the secondary of a transformer VS is equal to NS/E. രേഖാചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ്ഫോമറുകളെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക? അതെ, ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി ഭാഗം നിരീക്ഷിക്കുക. സെക്കൻഡറിയിലെ ചുരുളുകളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും. സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കുറവാണെങ്കിലോ അതെ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. ചിത്രം നിരീക്ഷിക്കുക. ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം പവർ എന്ന് പറയുന്നത് പ്രൈമറി കോയിലിലും സെക്കൻഡറി കോയിലിലും തുല്യമാണ്. എങ്ങനെയാണ് പവർ കണ്ടെത്തുന്നത്? അവിടെയുള്ള വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഗുണനഫലമാണ്. അപ്പോൾ എങ്കിൽ പ്രൈമറിയിലെ പവർ എന്ന് പറയുന്നത് VP/IP എന്നല്ലേ? അതുപോലെ സെക്കൻഡറിയിലെ പവറോ VS/IS എന്നും ആയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡറിയിലെ ചുരുളുകളുടെ എണ്ണം കൂടുതലാണ്, അവിടെ വോൾട്ടത കൂടുതലാണ് എന്ന് നമുക്കറിയാം. എന്നാൽ അതിൻ്റെ പ്രൈമറിയിൽ കറണ്ട് അതിന് കൂടുന്നത്. മനസ്സിലായല്ലോ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലാണ് വോൾട്ടത കൂടുന്നത്, എന്നാൽ കറണ്ടിനെ അപേക്ഷിച്ച് നോക്കിയാൽ പ്രൈമറിയിലാണ് കറണ്ട് കൂടുന്നത്. പ്രൈമറിയിലെ ചുറ്റ് വളരെ കുറവാണ്. ഈ കോയിലിലൂടെ കൂടിയ കറണ്ട് പ്രവഹിക്കുമ്പോൾ സ്വാഭാവികമായും ആ കോയിൽ ചൂടാകും. താപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ താപം കൂടുമെന്ന് നമുക്കറിയാം. പ്രാക്ടിക്കലി ഈ താപം നമുക്ക് കുറയ്ക്കേണ്ടതല്ലേ? ഇവിടെയുള്ള താപം കുറയ്ക്കണമെങ്കിൽ എന്താണ് മാർഗം? ഈ താപം കുറയ്ക്കാനുള്ള മാർഗം എന്താണ്? ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ വണ്ണം കൂടിയ കമ്പിയാണ് ഉപയോഗിച്ചത് എന്നുള്ളത്. അപ്പോൾ ഈ വണ്ണം കൂട്ടിയത് കൊണ്ട് എങ്ങനെയാണ് ഇവിടെ താപം കുറയുന്നത്? യെസ്, താപം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ പ്രതിരോധം കുറയ്ക്കുക എന്നതാണ് അനുയോജ്യമായ മാർഗം. ഇപ്പോൾ പ്രൈമറി കോയിലിലെ പ്രതിരോധം കുറയ്ക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ വണ്ണം കൂട്ടുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് പ്രൈമറി കോയിലിൽ കമ്പിയുടെ വണ്ണം കൂട്ടിയിരിക്കുന്നത്. അതുപോലെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡറിയിൽ കുറഞ്ഞ ചുരുളുകളാണുള്ളത്, അവിടെ വോൾട്ടത കുറവാണ്. പ്രൈമറി കോയിലിലാണ് ചുരുളുകളുടെ എണ്ണം കൂടുതലായി കാണുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം പ്രൈമറിയിലെ വോൾട്ടതയാണ് കൂടുക.
അപ്പോൾ വോൾട്ടതയ്ക്ക് വിപരീത സ്വഭാവമായിരിക്കും ഇവിടെ കറണ്ടിന് ഉണ്ടാവുന്നത്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് കൂടുന്നത് സെക്കൻഡറി കോയിലിലാണ്. സെക്കൻഡറി കോയിലിലൂടെ കൂടിയ കറണ്ട് പ്രവഹിക്കുമ്പോൾ താപം ഉണ്ടാവുകയും കോയിൽ ചൂടാവുകയും ചെയ്യുന്നു. ഈ താപം കുറയ്ക്കാൻ നമുക്കവിടെ പ്രതിരോധം കുറയ്ക്കേണ്ടതുണ്ട്. ആ പ്രതിരോധം കുറയ്ക്കാൻ വേണ്ടി സെക്കൻഡറി കോയിലിലെ വണ്ണം കൂട്ടുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും പവർ തുല്യമായിരിക്കും. അതിനാൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലും കറണ്ട് കൂടുതലായിരിക്കും. അതുകൊണ്ട് കോയിൽ ചൂടായി കത്തിപ്പോകാതിരിക്കാനാണ് വണ്ണം കൂടിയ കമ്പികൾ ഉപയോഗിക്കുന്നത്. വണ്ണം കൂടിയ കമ്പികൾക്ക് പ്രതിരോധം കുറവായിരിക്കും. The primary and secondary power of a transformer will be equal. Therefore, the current in the primary of the step-up transformer and the secondary of the step-down transformer will be higher. So, thicker wires will be used to prevent the coil from overheating. Thicker wires have less resistance. ഇതുവരെ ട്രാൻസ്ഫോമറുകളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ രണ്ട് തരത്തിലാണ് ട്രാൻസ്ഫോമറുകൾ ഉള്ളത്. ഒന്ന് വോൾട്ടത ഉയർത്തും ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. രണ്ട് വോൾട്ടത താഴ്ത്തും ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇത്തരം ട്രാൻസ്ഫോമറുകൾ വർക്ക് ചെയ്യുന്നത് AC സ്രോതസ്സിലാണ്. ഇത്തരം ട്രാൻസ്ഫോമറുകളുടെ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും പവർ തുല്യമായിരിക്കും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വോൾട്ടേജ് ഉയർത്തുകയും കറണ്ട് കുറയ്ക്കുകയും ചെയ്യുന്നു. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വോൾട്ടേജ് താഴ്ത്തുകയും കറണ്ട് കൂട്ടുകയും ചെയ്യുന്നു. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഇൻക്രീസസ് ദ വോൾട്ടേജ് ആൻഡ് ഡിക്രീസസ് ദ കറണ്ട്. ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഡിക്രീസസ് ദ വോൾട്ടേജ് ആൻഡ് ഇൻക്രീസസ് ദ കറണ്ട്. ഇതുവരെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുക.